ഈ ഉംറക്ക് പോകുന്നവരൊക്കെ കാണാം, ഒരു ഉംറ ചെയ്താൽ പിന്നെ ഇനി ഒന്ന് ഉമ്മാക്ക് ഒന്ന് ബാപ്പാക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളൊരു ഉംറക്ക് പോയാൽ ഒരു ഉംറ നിങ്ങൾക്ക് ചെയ്താൽ ഇനിയിപ്പോൾ നിങ്ങളെ പൂതി ഒരു ഉംറ ആർക്ക് ചെയ്യണം? ഏതുമ്മാക്ക്? മരിച്ചോ ഉമ്മാക്ക്. ഒരു ഉമ്മ മരിച്ചോ ഉപ്പാക്ക്. ഇങ്ങനെ ഹയാത്ത് കാലത്ത് തീരെ ഉംറ ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ഒരു ഉംറ ചെയ്തത് ശരിയാണ്, വിരോധം ഇല്ല. ഹയാത്ത് കാലത്ത് തീരെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ഉമ്മക്കോ ഉപ്പക്കോ വേണ്ടി നിങ്ങൾ ഒന്ന് ചെയ്തത് ശരിയാണ്, വിരോധമല്ല. ഹയാത്ത് കാലത്ത് ഉംറ ചെയ്ത ഉമ്മക്ക് വേണ്ടി പിന്നെ നിങ്ങളുടെ വക ചെയ്യണമെങ്കിൽ ആ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചിരിക്കണം, എന്നാലേ അത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചെയ്യുന്ന ഉംറ ബാത്തിലായ ഉംറയാണ്. ഒന്ന് ശ്രദ്ധിച്ചോളി. പലരും ശ്രദ്ധിക്കുന്ന രൂപമാണ്. ചെന്നാൽ പിന്നെ ഒരു ഉംറ ചെയ്താൽ പിന്നെ ഒക്കെ ഉള്ളൊരു ചില അമീർമാർ പറയും ചെയ്യും. ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പോവുകയാണ്. ഇനി എല്ലാവരും ഉമ്മാക്കും പാപ്പാക്കൊക്കെ ഓരോ ഉംറ ചെയ്താണിട്ട് ഇതിങ്ങനെ കൊട്ടക്കണക്കിന് ചെയ്യാനുള്ള ഉംറ. ചിലപ്പോൾ ഉമ്മാക്ക് ഒരു ഉംറ ചെയ്യൽ നിർബന്ധമാവും. ഒരു എന്താ പറഞ്ഞത്, സുന്നത്തായ ഉംറ മരിച്ചവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവർ വസിയത്തുണ്ടെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ അത് ബാത്തിലാണ് എന്നാണ് മസ്അല. സ്വഹീഹല്ല എന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മക്ക് വേണ്ടി ഉമ്മ ഹയാത്ത് കാലത്ത് ഒരു ഉംറ ചെയ്ത ഉമ്മയാണ്. ബാപ്പി ഉമ്മ മരിച്ചാൽ ഒരു ഉംറ ഹജ്ജോ ചെയ്തിട്ട് എന്നാൽ ഇനി നമ്മൾ അവർക്ക് ചെയ്യണമെങ്കിൽ വസിയത്ത് വേണം. ആ വസിയത്തൊന്നും പൊതുവെ നമ്മളെ നാട്ടിലുണ്ടാവില്ല, അവിടെ ചെയ്യാൻ പറ്റൂല. ഈസാൽ സ്വഭാവിക ഞാൻ പറയുന്നത്. അതുപോലെ അല്ലെങ്കിൽ പിന്നെ തീരെ ചെയ്യാത്ത ഉമ്മയാണ്. തീരെ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ നിർബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. നിർബന്ധമായിട്ട് ചെയ്യാത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിർബന്ധമായിട്ടില്ല, മരിച്ചുപോയി, എന്നാൽ പോലും നമുക്ക് അവസരം കിട്ടിയാൽ ഒന്ന് ചെയ്യൽ നല്ലതാണ്. അത് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ വസിയത്ത് വേണം. പിന്നെന്ത് ചെയ്യാം? നമ്മൾ യാസീൻ ഓതിയിട്ട് അതിൻ്റെ മിസ്രി സവാബ് ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് തോരക്കലുണ്ട്. അത് നമ്മൾ ഫർദ് സ്കെച്ചാലും പറ്റും. അത് ശരി, ഫർദ്. അപ്പം നമ്മളൊരു വിവാദം ഉണ്ടായി. ഇമാമ് നിസ്കാരം ചെയ്തിട്ട് അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബിക്കാന്ന് തോരക്കാം. ആ ഇമാമിന് ഒരു ദുആ ശീലമായതാണ്. നിസ്കാര ശേഷം ഇമാമ് തോരക്കുന്നത് അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി ദാലിക അങ്ങനെ തോരക്കാണ്. അപ്പം നാട്ടിൽ അത് വിശ്വാസമായി. അപ്പോഴാണ് ചർച്ച വന്ന് നമ്മൾ നിസ്കാരത്തിൻ്റെ കൂലി വേറെ ആൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് തോരക്കാൻ പറ്റുമോ? തോരക്കാം. നമ്മളിപ്പോൾ അസർ സ്കെച്ചിന് ശേഷം നിസ്കാരം നമ്മക്കാണ്, നമ്മളെ നിസ്കാരം സ്കെച്ച് ഇതിന് നമുക്ക് കിട്ടുന്നത് പോലുള്ള മിസ്ര സവാബിൻ്റെ വാപ്പാക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് തോരുന്ന ഒരു തെറ്റില്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് അമലിൻ്റെയും മിസ്ര സവാബ് മരിച്ചവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ ദുആ ചെയ്യൽ അനുവദനീയാണ്. ഫത്ഹുൽ മീൽ വസിയത്തിൻ്റെ ബാബിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഷറഉൽ അഖായിദിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് നമുക്ക് വേണ്ടി ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഉംറ ചെയ്തിട്ട് അത് നമ്മളെ ഉംറയാണ്. എന്നിട്ട് പറച്ചോനെ ഇതിൻ്റെ മിസ്രി സവാബി എനിക്ക് തരുമ്പോലുള്ള കൂലിൻ്റെ വാപ്പാക്ക് എത്തിച്ചു കൊടുക്കണേ എന്നവരെ കഴിഞ്ഞ വിരോധമല്ല. അത് ഈസാലു സവാബ. മരിച്ചോർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിയ്യത്തിൽ വരെ അങ്ങോട്ടാണ്. അഹ്റംതു ബിൽ ഉംറത്തി അൻ നബി. ഉദാഹരണത്തിന് എൻ്റെ മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ഞാൻ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്തു, അങ്ങനെ നിയ്യത്ത് തന്നെ ചെയ്യേണ്ടത്. ആ രൂപത്തിൽ അവർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യാം. രണ്ടാമത് നമ്മളെ സൗകര്യത്തിന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ വസിയത്ത് വേണം. സാധാരണ പൈന വസിയത്ത് ഉണ്ടാവാറില്ല, അതുകൊണ്ട് ആ ചെയ്യണ ഉംറകളൊന്നും ശരിയല്ല. പോയാലൊക്കെ ഏതായാലും മക്കത്ത് ഇങ്ങനെ നിൽക്കല്ലേ കുറച്ച് ദിവസം. അപ്പോൾ ഒന്ന് രണ്ട് ഉംറ ഇതൊക്കെ ഒരു പൂതിഞ്ഞ് ഒന്ന് ഉമ്മാക്ക് ഒന്ന് വാപ്പാക്ക് ഒന്ന് മൂത്താപ്പാക്ക് ഇങ്ങനെ കൊട്ടക്കണക്കിന് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ട്.